ജൂലൈ മാസത്തിൽ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും നടക്കാൻ പോകുന്ന ഓഫർ സെയിലുകൾ ഏതൊക്കെയാണ്? ഈ ഓഫർ സെയിലുകളിലൊക്കെ തന്നെ ഏത് കാറ്റഗറിക്കായിരിക്കും ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുക? കൂടാതെ ഏതൊക്കെ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡുകൾക്ക് ഓഫേഴ്സ് ഉണ്ട്? ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് ആണ് കിട്ടാൻ പോകുന്നത്. എന്തായാലും ആദ്യം നമ്മുടെ ഫ്ലിപ്കാർട്ടിലേക്ക് വരുവാണെങ്കിൽ ജൂലൈ 1 മുതൽ 8 വരെ ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിൽ നടക്കാൻ പോവാണ്. ഈ ഒരു ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ഡ്രസ്സുകൾ, ഫുഡ് വെയർസിനൊക്കെയാണ് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. എന്നാൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ നടന്നതിന് നോക്കുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറിക്കും നല്ല ലാഭകരമായിട്ട് മേടിക്കായിരുന്നു. അതായത് ഞാൻ ഓൾറെഡി ആ വീഡിയോയിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ബിഗ് ബില്യൺ ഡേയ്സ് തന്നെയായിരുന്നു നമ്മുടെ കഴിഞ്ഞ മാസത്തെ ആ ഒരു ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തിലും പ്രതീക്ഷിക്കാനാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ജസ്റ്റ് പ്രതീക്ഷിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ഇവന്മാരുടെ പണി എന്താണെന്നുള്ളത് നാളെ ഇത് പറയാം. ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇതിന്റെ ഒരു ഓഫർ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണും. അത് കാണുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് മനസ്സിലാകുകയും ചെയ്യാം. RBL കാർഡ്, അതുപോലെ തന്നെ HSBC, കൂടാതെ ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡുകൾക്കും EMI ട്രാൻസാക്ഷനും നമുക്ക് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നത് ഈ ഒരു ബിഗ് എൻഡ് ഓഫ് സീസൺ സെയിലിലെ പ്രത്യേകതയാണ്. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ 15 മുതൽ 19 വരെ ബിഗ് സേവിംഗ് ഡേയ്സ് നടക്കാൻ പോവുകയാണ്. പൊതുവെ ബിഗ് സേവിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾക്കാണ് പൊതുവെ ഈ ഒരു സെയിലിനകത്ത്, ഓഫർ സെയിലിനകത്ത് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുക. അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെയും. കൂടാതെ മറ്റുള്ള എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾക്കും അത്യാവശ്യം നമുക്ക് ലാഭകരമായിട്ട് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ഓഫർ സെയിലുകളാണ് എന്തായാലും നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു ജൂലൈ മാസത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബിഗ് സേവിംഗ് ഡേയ്സിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് ബാങ്കിന് 5% അല്ലെങ്കിൽ 10% നമുക്ക് ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കാണും. പിന്നെ മറ്റുള്ള ഏതൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇനി ആമസോണിലേക്ക് വരുവാണെങ്കിൽ ആമസോണിൽ ആകെ ഒരൊറ്റ ഓഫർ സെയിൽ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ സത്യം പറഞ്ഞാൽ ആമസോണിൽ ഓഫർ സെയിൽ ഇല്ലായിരുന്നു. എന്നാൽ ജൂലൈയിൽ ഒരെണ്ണം ഉണ്ട്. 16 17 മാത്രം, ഈ 2 ദിവസങ്ങളിൽ മാത്രം, വെറും 48 മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രം ഒരു ഓഫർ സെയിൽ. വേറൊന്നുമല്ല, ആമസോൺ പ്രൈം ഡേ തന്നെയാണ്. അവരുടെ പ്രൈം കസ്റ്റമേഴ്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഓഫർ സെയിലാണ് ആക്ച്വലി ഒരു ആമസോൺ പ്രൈം ഡേ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏറ്റവും കൂടുതലായിട്ട് ലാഭകരമായിട്ട് മേടിക്കാൻ പറ്റുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലാണ്. എന്നാൽ അതുപോലെയൊക്കെ തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് ലാഭകരമായിട്ട് മേടിക്കാൻ സാധിക്കുന്ന ഒരു ഓഫർ സെയിലാണ് ഈ ഒരു പ്രൈം ഡേ എന്ന് പറയുന്നത്. 399 രൂപയ്ക്ക് നമുക്കിപ്പോൾ പ്രൈം മെമ്പർഷിപ്പ് എടുക്കാം. നോർമൽ എന്ന് പറയുന്നത് 499 ആണ്. പക്ഷേ ഈ ഒരു പ്രൈം ഡേ വരുന്നതുകൊണ്ടാണ് അവർ 100 രൂപ കുറച്ച് തന്നിരിക്കുന്നത് കേട്ടോ. പ്രൈം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം എന്ന് പറയുന്നത് 1 ഡേ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ്. കൂടാതെ ആമസോൺ ICICI കാർഡിന് 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ്. അതേപോലെ തന്നെ 10% മൊബൈൽ ഫോണുകൾക്കും ഡെയിലി എസെൻഷ്യൽസിനൊക്കെ തന്നെ അവൈലബിൾ ആകുമെന്ന് പറയുന്നത്. കൂടാതെ നിങ്ങളൊരു മൂവി ലവറാണ്, അതിൽ വെബ് സീരീസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നതിൽ വലിയ തെറ്റൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തായാലും വീണ്ടും പറയാനുള്ളത്, നമ്മുടെ ആമസോണിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെങ്കിൽ മാത്രം നോക്കിയാൽ മതി. അതർവൈസ് ഫ്ലിപ്കാർട്ടിൽ പോയിട്ട്, പിന്നെ ആമസോണിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് കാര്യമില്ല, ആമസോണിൽ തന്നെ മേടിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രൈം മെമ്പർഷിപ്പ് എടുത്താലേ കാര്യമുള്ളൂ. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റുകളും ഈ രണ്ട് വെബ്സൈറ്റുകളിലും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെബ്സൈറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം, ഏത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണോ ഇഷ്ടം, അതിലേക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും ഈ ഒരു 3 ഓഫർ സെയിൽസ് ആണ് നമ്മുടെ ഫ്ലിപ്കാർട്ടും ആമസോണിലും ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ജൂലൈ മാസത്തിൽ. ഇനി ഏതെങ്കിലുമൊക്കെ വരാൻ പോകുന്നെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ഓഫർ സെയിലിനെ കുറിച്ചുള്ള ഏകദേശ ധാരണ ലഭ്യമായെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ ചാനലിൽ ഇയർബഡ്സ്, നെക്ക് ബാൻഡ്, സ്മാർട്ട് വാച്ച് ഒക്കെ ഉറപ്പായിട്ടും ഈ ഒരു ഓഫർ വീഡിയോ കാണും. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ കാറ്റഗറി വേണമെങ്കിൽ കമൻ്റ് ആയിട്ടിട്ടുള്ളൂ. ഞാൻ ഉടനെ തന്നെ ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട്, ഞാൻ ഈ പറഞ്ഞ 3 കാറ്റഗറി കഴിഞ്ഞിട്ട് ചെയ്യാൻ നോക്കാം. എന്തായാലും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും, കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.